വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ നേരുകയാണ്. ഇന്നലെ എപ്പിസോഡ് കാണാനായിട്ട് ഇത്തിരി വൈകി. എന്നാൽ ലൈവ് രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ പ്ലേ ആയി കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ലൈവൊക്കെ കണ്ട സമയത്ത് ആലോചിച്ചൊരു കാര്യമുണ്ട്. ഗെയിം കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ഹൗസിലെ മൂഡ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, വൈൽഡ് കാർഡുകൾ വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല, ഗെയിം ആണെങ്കിൽ ഒരേ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു, എവിടെ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ ഇന്നലെ ലൈവ് കണ്ട സമയത്ത് മൊത്തത്തിൽ ആ ഒരു മൂഡ് മാറിയത് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. വൈൽഡ് കാർഡുകൾ എല്ലാവരും മരിച്ച് പണിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറയത്തില്ല. രണ്ടാളുകളുടെ പണി കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഹൗസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മസ്താനിയുടെ പണി ഒരു ഗെയിം ചേഞ്ചിങ് പണി എന്ന് ഞാൻ വിളിക്കില്ല. മസ്താനിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, പുള്ളിക്കാരിക്ക് ഒരു മനസ്സുഖം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ, അവരെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവുകൾ, 10 കുറ്റം പുറത്തുള്ളത് അകത്ത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. പക്ഷെ ആ ഒരു സുഖം മസ്താനി അനുഭവിക്കുന്നതുകൊണ്ട് കുറേയധികം ആളുകളുടെ ഗെയിം നമുക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ മസ്താനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ഗെയിം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, മസ്താനി ഇവിടെ വന്നിട്ട് അനുവിൻ്റെ വാലായിട്ട് ആദ്യം തന്നെ നിൽക്കില്ലായിരുന്നു. അനുവിൻ്റെ ഗെയിം ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കിയേനെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാളുടെ വാലാവാനായിട്ട് ഒരു വൈൽഡ് കാർഡ് ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്? ഇല്ല. അപ്പോൾ മസ്താനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നുമില്ല. മസ്താനിയുടെ ഒരു മനസ്സുഖം കാരണം നമുക്ക് ഒരു സുഖം, ഇവരുടെ ഗെയിം മാറുന്ന ഒരു സുഖം നമുക്ക് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ലക്ഷ്മിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. ലക്ഷ്മി വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ചില പ്ലാനുകളൊക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഇന്നലെ വൈൽഡ് കാർഡുകളെ മുഴുവൻ ചേർത്തിരുത്തി എങ്ങനെ ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിൽ ലക്ഷ്മി കൃത്യമായിട്ട് ചില ഐഡിയകൾ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ജിഷിനെ നമ്മൾ വലിയ കാര്യമായിട്ട് കണക്ക് കൂട്ടണ്ട, കാരണം ജിഷിനെ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രവീൺ ഓക്കെ വന്നപ്പോൾ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പ്രവീൺ ആ ഒരു ഗെയിം പ്ലാനിലൊന്നും അല്ല ഇപ്പോൾ പോകുന്നത്. ലക്ഷ്മി പറഞ്ഞ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊവോക്കിംഗ് പരിപാടികൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അവർ ശൈത്യയൊക്കെ നൈസായിട്ട് ഒതുക്കി വിട്ടതുകൊണ്ടാണ് ശൈത്യയ്ക്ക് ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇന്ന് അവർ കൃത്യമായിട്ട് ആര്യനുള്ള നെഗറ്റീവ് അങ്ങ് അടിച്ച് കയറ്റി കൂടുതലായി കൊടുക്കുന്ന ഒരു പണി ഒപ്പിച്ചു കൊടുത്തു. അത് ആ ഒരു വസ്ത്രം എടുത്ത് താഴെ ഇട്ടതുമായി ബന്ധപ്പെട്ട അലമ്പാണ്. എന്നിട്ട് ആര്യൻ എന്തൊക്കെയാണ് ചെയ്തത്? ലക്ഷ്മി ആ ഒരു കാര്യം ചെയ്തു, എന്നിട്ട് ഒരു പോയിന്റ് അവിടെ പറഞ്ഞു. ആ ഒരു പോയിന്റ് കേൾക്കുന്ന സമയത്ത് ആര്യനല്ല എന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകന് അത്ര വലിയ രസമൊന്നും തോന്നത്തൊന്നുമില്ല. അത് മോശം, ലക്ഷ്മി ഇത് തെറ്റ് എന്ന് തോന്നും. എന്നാൽ ആര്യനായതുകൊണ്ട് ആര്യൻ്റെ ആ ഒരു ഓവർ പെർഫോമൻസ് കാരണം നമ്മൾ ലക്ഷ്മി ചെയ്ത ആ ഒരു കാര്യമൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതിനൊരു പ്രൊവോക്കിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ വേറെ ഒരാൾ ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനുഭവിക്കുന്ന ആൾ ആര്യന് പകരം വേറെ ഒരാളായിരുന്നു, അനുമോളായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബുള്ളിങ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേനെ. ആര്യൻ്റെ പെർഫോമൻസ് കാരണം അത് ആര്യന് തന്നെ വിനയായി മാറി. അതേപോലെ തന്നെ ഇന്ന് പണിഷ്മെൻറ്റിൻ്റെ സമയത്ത് ജിസേൽ എന്തിനാണ് അനുമോളുടെ പേര് പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അനുമോളുടെ പേര് പറയുമ്പോൾ വെറുതെ അനുമോളുടെ പാലയിൽ ഇങ്ങനെ നടക്കണ്ടേ? ജിസേലിന് മലയാളം പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനും അറിയത്തില്ലാത്തതുകൊണ്ട് അനുമോളെ കളിയാക്കാനായിട്ട് പറ്റത്തില്ല. അനുമോളാണെങ്കിൽ മറ്റേ ലോട്ടറി അടിച്ചതുപോലെയുള്ള സന്തോഷത്തിലാണ് അവിടെ നടന്നത്. കാരണം ജിസേൽ അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ അനുകരിക്കുകയാണ്. അനുമോൾക്ക് ഇന്ന് വേറെ പ്ലാച്ചയെ കൊണ്ടുള്ള പരിപാടിയൊന്നും അധികം ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല, കാരണം സ്പേസ് ഉണ്ട്. അപ്പാനി പുറകെ നടക്കേണ്ടി വന്നില്ല. ഇന്ന് അനുമോൾക്ക് ജിസേൽ വഴി സ്പേസ് കിട്ടി. അനുമോളുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച കട്ട നെഗറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ മറക്കുന്ന രീതിയിലേക്കുള്ള ഒരു കയറ്റം അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മറക്കുന്ന ആളുകളാണ്, എസ്പെഷ്യലി ഒരു റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ ആരെയും അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ മറക്കും. അങ്ങനെ ആളുകൾ മറക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ആളുകൾ വെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ ആളുകൾ മനുവിലേക്ക് തന്നെ ഇങ്ങനെ ഫോക്കസ് കൊടുക്കും. ഇന്ന് ഏതായാലും ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ മറ്റ് കണ്ടസ്റ്റൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം, ഓണ വിഭവം ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുത്തത്, കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെട്ടെന്നുള്ളതല്ല, ഒരു ഓണ ഐറ്റം ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുത്തത് അനുമോളെയാണ്. അപ്പോൾ അത് അനുമോൾക്ക് വലിയ കോൺഫിഡൻസ് നൽകിയൊരു സംഗതിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഞാൻ പായസം ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അനുമോൾ അവിടെ സന്തോഷത്തിൽ ആറാടുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇതിനകത്ത് എനിക്ക് വേദനാജനകമായിട്ട് തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ജിസേലിനെ കാണിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ ജിസേൽ രാവിലെ ചെറിയ രീതിയിലൊന്ന് ഡൗൺ ആയിപ്പോയി. അത് നെവിൻ്റെ പരിപാടിയാണ്. ഈ ജിസേൽ, അനു എന്നിവർക്കിടയിൽ കിടന്നിട്ട് ചില കുസൃതികൾ നെവിൻ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഫാൻസ് ഓൺ കോൺടെസ്റ്റിൻ്റെ സംഭവം ശരിക്കും ജിസേലിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഈ ഒരു എന്താ പറയുന്നത്, ആ ടാസ്ക് ലെറ്ററോ ആ ഒരു ബുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വായിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജിസേൽ വിചാരിച്ചത് ജിസേലിനുള്ള എന്തോ ഒരു സമ്മാനമൊക്കെ ആണ് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് നെവിൻ ഇത് വായിച്ചപ്പോഴത്തേന് മൊത്തത്തിൽ ആളുകൾ ഡൗൺ ആയി, ജിസേൽ കൂടുതലൊന്ന് ഡൗൺ ആയി. അപ്പോൾ അനുമോൾക്ക് അതൊരു അംഗീകാരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ശരിയായിരിക്കും കേട്ടോ. അനുമോൾക്ക് നല്ല കുടുംബ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. സ്മാർട്ട് പിക്സ് മീഡിയയോ അങ്ങനെ ഒരു മീഡിയയിൽ ഞാനിന്ന് കാണുകയാണ് അനുമോളുടെ ഫോട്ടോയുടെ താഴെ കേരളത്തിലെ 99.999%
വീട്ടമ്മമാരും മരുമകളെ ആഗ്രഹിക്കുന്നത് അനിമോളെ പോലെ ഒരു കുട്ടിയാണ്. ഇമാതിരി ചില ക്രിഞ്ചൻ അപരാധങ്ങളൊക്കെ അനിമോളെ കുറിച്ചിട്ട് എഴുതിയിടും. പക്ഷേ ഇതിൻ്റെ താഴെ കുറേയധികം ആളുകൾ ലൈക്ക് അടിച്ചിട്ട് അനിമോൾ ലവ് എന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അനിമോൾക്ക് പായസം ഉണ്ടാക്കാനൊക്കെ അറിയാമോ, ഓണത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അനിമോൾ ഈസിയായിട്ട് വിജയിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ അതിൽ കുണ്ഠിതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാചക പരിപാടിയിലേക്ക് കൺസിഡർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഗെയിം ആയിരുന്നില്ല നിങ്ങളുടേത് എന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഓണവിഭവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പണിപ്പുര ടാസ്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേ പണിപ്പുര ടാസ്ക് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ ആളുകൾക്കും കൂടെ 30 സെക്കൻഡാണ്. വൈൽഡ് കാർഡുകൾക്കെല്ലാം കൂടെ 30 സെക്കൻഡാണ്. 5 ആളുകളും പണിപ്പുര കയറുകയും വേണം. ഈ 5 ആളുകളിൽ ഓരോ ആളുകളും ആ ഒരു സെക്കൻഡ്സ് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഈ 5 ആളുകളിൽ ഒരാൾ ടൈം ഡിലേ ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ്? കയറിയിട്ട് സാധനങ്ങൾ എടുക്കണം, അവരവരുടെ തന്നെ സാധനം എടുക്കണം. അവരവരുടെ സാധനം അല്ലാതെ വേറെ ഒരാളുടെ സാധനം എടുത്തു കഴിഞ്ഞാൽ അയാളുടെ അന്നത്തെ ദിനം എടുത്ത് എല്ലാ സാധനവും തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു നൂലാമാലയിൽ കിടക്കുന്ന ഒരു പണിപ്പുര ടാസ്ക് ആയിരുന്നു. മസ്താനി, പ്രവീൺ, സാബുമാൻ എന്നിവരൊക്കെ സിമ്പിളായിട്ട് കയറി അവരവരുടെ സാധനങ്ങൾ എടുത്തു. ജിഷിൻ കയറിയിട്ട് പരതി കുറേ സമയം കളഞ്ഞു. ജിഷിനാണ് ശരിക്കും പറഞ്ഞാൽ ടൈമൊക്കെ എണ്ണി പുറത്ത് നിന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ജിഷിൻ കയറി കുറേയധികം സമയം കളഞ്ഞു. എന്നിട്ട് അവസാനം ലക്ഷ്മിയുടെ ആ ഒരു പൊതിയും എടുത്തുകൊണ്ട് വന്നു, ആ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേന് ലക്ഷ്മി ആകെ മൊത്തത്തിൽ പാനിക്കായി. കയറാനുള്ള സമയമുണ്ടോ? ആ സമയം കയറാനൊട്ടും ഇല്ല താനും. എന്നാൽ ഇയാളിത് തിരിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല, അതുമില്ല. അപ്പോൾ ലക്ഷ്മി ജസ്റ്റ് അതിനകത്ത് കയറി ഇറങ്ങി. നിങ്ങൾക്കറിയാം, പണിപ്പുരയിൽ കയറി സാധനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം പണികളും വരും. അപ്പോൾ ആ ഒരു പണികളെ പേടിച്ചിട്ട് സാധനങ്ങൾ മാക്സിമം ഹൗസിലേക്ക് എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ബസർ അടിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയില്ല, ലക്ഷ്മി ഒന്നും ഇറങ്ങിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അക്ബർ ആൻഡ് ടീം വാദിക്കുന്നത്. അപ്പോൾ അവരങ്ങനെയാണ് വാദിക്കുന്നത്. അവരുടെ ഗെയിം നമുക്കറിയാമല്ലോ. എന്നാൽ അവിടെയും നിവിൻ ഒരു ഫെയർ ഡിസിഷൻ എടുക്കുന്നു. ക്യാപ്റ്റൻ്റെ രീതിയിൽ പുള്ളി സംസാരിക്കുന്നു. നിവിൻ പറഞ്ഞത് നിവിൻ ഒറ്റയ്ക്ക് കളിക്കാനായിട്ടാണ്, ഇനി അങ്ങനെ ആരുടെയും തള്ളി നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ നിവിൻ പറയുന്നു അവർ ബസ് അടിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കിട്ടിയ സാധനങ്ങളും കിട്ടിയ പണികളും പണി കൊടുക്കലും ഒക്കെ എവിടെയാണ് അനൗൺസ് ചെയ്യുന്നത്? ലിവിങ് ഏരിയയിലാണ്. അപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരും വരുന്നു. അവിടേക്ക് വരുന്ന സമയത്ത് അനീഷിൻ്റെ പതിവ് ഷോ. അനീഷ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഒരു ഷോ കാണിക്കും. ഈ ഷോ കാണിക്കുന്നതിനകത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എപ്പിസോഡിൽ കാണിക്കുമ്പോൾ അത് കട്ട വെറുപ്പിക്കലാണ്. അനീഷിനോട് നമുക്ക് നല്ല ദേഷ്യം തോന്നും. എന്നായി ചെങ്ങായി കാണിക്കുന്നത് നമ്മൾ വിചാരിക്കും. എന്നാൽ ലൈവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇയാളെ ഇങ്ങനെ ആളുകൾ കൂടുതൽ കളിയാക്കുന്ന ചില സീൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നൂറൊക്കെ നന്നായിട്ട് ആ ഒരു സിറ്റുവേഷനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ഓവറായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ആദിലോടും നൂറയോടും ദേഷ്യം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ടീമുണ്ട്. ഇപ്പോൾ മസ്താനി അങ്ങനെയുള്ള ടീമുകളൊക്കെ ചുമ്മാ എല്ലാ ആൾക്കാരെയും കളിയാക്കുന്നുണ്ട്. അനീഷിനെയൊക്കെ കാര്യമായിട്ട് അപമാനിക്കുന്നുണ്ട്. അത് അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതിയാണ്. മസ്താനി എപ്പോഴും അനീഷിനെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നത് കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ കണ്ണീർ വരത്തില്ല, ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല, ഇനിയൊട്ട് വരത്തില്ലെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഷാനവാസ് പറയുന്നത് കണ്ണീര് വരത്തില്ല, അത്ര ക്രൂരനാണ്, എൻ്റെ കൈ കണ്ടില്ലേ. അപ്പോൾ അനിമോൾ അവിടെ നിന്ന് പക്ഷം പിടിക്കുന്നു അനീഷിൻ്റെ, അതിനെന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞ ഷാനവാസ് മറ്റേ കയ്യിൽ മാന്തിയത് കാണിക്കാൻ വേണ്ടി അങ്ങടേക്ക് വരുന്നു. അപ്പോൾ അവിടുന്ന് മസ്താനി എന്തോ പോടോ എന്നെങ്ങാണ്ട് വിളിച്ചു, പോടോ എന്നെങ്ങാണ്ട് വിളിച്ചു. അപ്പോഴത്തേനത് നിൻ്റെ അച്ഛനെ പോയി വിളിച്ചാൽ മതിയെന്ന് ഷാനവാസിൻ്റെ സ്ഥിരം പിതൃസ്മരണ മെയിനാണ്. എന്ത് പറഞ്ഞാൽ അച്ഛനെ വിളിക്കുക, കുഴപ്പമൊന്നുള്ള കേസൊന്നുമില്ല. ഹൗസൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അച്ഛനൊക്കെ വിളി കേൾക്കേണ്ടി വരും. പിതൃക്കളെ സ്മരിക്കാനായിട്ടുള്ള വഴി വെച്ച് കൊടുക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, തിരിച്ചും വിളിച്ചോളുക എന്നുള്ളതല്ലാതെ ഇതിനകത്തെ ന്യായ അന്യായങ്ങൾ പറയാനായിട്ട് ഞാൻ ആളല്ല. ഒരാളുടെ അച്ഛന് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന വർത്താനാണ്. അപ്പം ഇതിന് ഇപ്പോൾ അയാളെ കൊണ്ട് നമുക്ക് വിളിപ്പിച്ച സാധനം തിരിച്ചെടുപ്പിക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോട്ട് ഇരിക്കുക, അത്ര ഉള്ള സ്റ്റാൻഡേർഡൊക്കെ ഉള്ളല്ലോ ഈ പരിപാടിക്ക്. അപ്പോൾ അതങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഷാനവാസ് ഇത് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വൈൽഡ് കാർഡുകളൊക്കെ കാര്യമായിട്ടുള്ള പ്രൊവോക്കിങ് നടത്തുന്നുണ്ട്. ജിഷിൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ നിൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല, നീ ചെയ്തത് തെറ്റാണ്. ഇതിനുശേഷം ശൈത്യ, അനിമോൾ, ആദില എന്നിവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനും ചില രോഷപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശൈത്യയ്ക്ക് അനിമോളിലൂടെ നിൽക്കുന്ന ആ ഒരു സംഗതി നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി.
വാലാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോൾ തൊട്ട് ശൈത്യക്ക് ഇതിൽ നിന്നൊന്ന് പുറത്ത് വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ അനുമോളുടെ ഓവറാക്കലും അതേപോലെ തന്നെ ജിസേലിൻ്റെ ചോദ്യങ്ങളും ഒക്കെ ശൈത്യയെ പൂർണ്ണമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും അതിൽ നിന്ന് അകറ്റി. അപ്പോൾ ശൈത്യക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കയറാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ശൈത്യക്ക് ഒന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കണ്ടപ്പോഴത്തേന് പുള്ളി എന്തോ പോവാനായിട്ടുള്ളൊരു മൈൻഡ് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് ഈ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് ശൈത്യ പറഞ്ഞു എന്നുള്ളതാണ്, പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ് അനുമോള് പറയുന്നത്. എന്നാൽ അത് പറഞ്ഞത് മസ്താനിയാണ് എന്നുള്ളതാണ് ആദിലേക്ക് വാദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കേട്ടില്ല, ഞാൻ കേട്ടില്ല ഇവർ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ സംഭവം ആരിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടത് ശൈത്യ ജിസേലിനോടൊക്കെ പറയുന്നത്, ഞാനങ്ങനെ പിറകിൽ നിന്ന് പറയുന്ന ആളല്ല, പിറകിൽ നിന്ന് കുത്തുന്ന ആളല്ല, കള്ളം പറയുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്രഷിൻ്റെ കാര്യം. അതാണ് നമ്മൾ കേട്ടത്. ഏതായാലും മരുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. മരുമകളാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്ന ആളുകളൊന്നും ഞെട്ടിക്കാണും. എക്സ് ബോയ് ഫ്രണ്ടോ? അപ്പോൾ ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവൾ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ കുടുംബ പ്രേക്ഷകർക്ക് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പരാജയ പ്രണയമാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഇതിന് ശേഷം മറ്റേ പണി കൊടുക്കുന്ന പരിപാടിയാണ് ജിസേൽ ആൻഡ് ഒനിൽ ആളുകളെ അനുകരിക്കണം. ഒനിൽ ഷാനവാസിനെ സിമ്പിളായി പിടിച്ചു, ജിസേൽ അനുമോളെ പിടിച്ചു. ഷാനവാസി വർത്താനം പറയുമ്പോൾ വർത്താനം പറയും എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഹൗസിലില്ല. നടപ്പ്, അതേപോലെ തന്നെ ഇരിപ്പ്, രോഷപ്രകടനങ്ങൾ ഒനിൽ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരുന്നു. പക്ഷേ ജിസേൽ അനുമോളെ എടുത്തത് എന്തിനാണ്? അനുമോളുടെ വാലയിലടിച്ച് നടക്കാൻ വേണ്ടി. ജിസേൽ അനുമോളെ എടുത്തത് ശരിക്കും ജിസേലിനൊരു പണിയായിരുന്നു. അനുമോളുടെ പുറകെ തന്നെ നടക്കണമായിരുന്നു. അനുമോള് പ്ലാച്ച് വെച്ചിട്ട് കുറേ ക്രിഞ്ചത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ജിസേൽ അതേപോലെ തന്നെ പാവ എടുത്തിട്ട് ആ ഒരു ക്രിഞ്ചത്തരം കാണിക്കണം. എല്ലാ ആളുകൾക്കും പാവയുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന പ്ലാച്ചിയാണല്ലോ. ശൈത്യ ആര്യനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കാര്യമൊക്കെ അനുവിൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആര്യൻ പറയുന്നത് ഇത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമല്ലേ, പുറത്തേക്ക് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ അപമാനിക്കുന്നു. ഇവിടെ അപ്പോൾ മറ്റൊരു പരിപാടി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ടീം മറ്റേ ലക്ഷ്മിയൊക്കെ സോഫയിൽ നിന്നുള്ള വസ്ത്രം എടുത്ത് താഴെ ഇട്ടു. അപ്പം അതിൽ ആര്യൻ ഇടാൻ വെച്ചിരുന്ന ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു, അതും എടുത്ത് താഴെ ഇട്ടു. അപ്പോൾ അത് താഴെ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ അത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് ആര്യൻ ആ കുഴിക്കകത്ത് വീണു. ആര്യൻ അവിടെ കിടന്ന് വൻ ആലമ്പും പരിപാടിയും, അതിൻ്റെ കൂടെ ഹൗസിലുള്ള എല്ലാ ആൾക്കാരും. ഇപ്പോൾ ജിസേലൊക്കെ നോർമലി ഒരു കാര്യത്തിൽ ഇടപെടാറില്ല, എന്നാൽ ആര്യൻ്റെ കേസായതുകൊണ്ട് ജിസേലും അതിനകത്തേക്ക് ഇടപെട്ടു. അപ്പാന് ശരത്ത് പിന്നെ പറയണ്ടല്ലോ. ലക്ഷ്മിയെ മാക്സിമം കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, ആക്രോശിക്കുന്നു. ഇവിടെ അങ്ങനെ നീ പുതിയ നിയമമൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ ഞങ്ങളങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ശക്തി പ്രകടനമാണ് അവിടെ അപ്പാനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ബറുണ്ട്, ജിസേലുണ്ട്, ബിന്നിയുണ്ട്, എല്ലാ ആൾക്കാരും അവരുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഇടപെടാത്ത, ഇപ്പോൾ മൊത്തത്തിൽ ഇടപെടാതെ സേഫ് അടിച്ച് നിൽക്കുന്ന ഒരു മച്ചാൻ നിവിനാണ്, ക്യാപ്റ്റൻ. അതാണ് വൈകിട്ട് അക്ബറൊക്കെ പറഞ്ഞത്, ക്യാപ്റ്റൻ കാര്യമായിട്ട് ഇടപെടണം. വെസലൊന്നും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നില്ലെന്നേ. മസ്താനിയൊക്കെ ന്യായം പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നാളെ ഓണമായിട്ട്, ഇപ്പം നാളെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ഉള്ളതിനല്ലേ, അപ്പോൾ ഓണമായിട്ട് ഈ വെസൽ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്, ഒരു മര്യാദ ഇല്ലാത്ത പരിപാടികൾ. അപ്പോൾ അത് നെവിൻ്റെ കയ്യിലെ പ്രശ്നമാണ്. നെവിൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടീമിൽ നിൽക്കുന്നില്ല, ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇംപ്രസീവ് അല്ലാത്ത ഗെയിമാണ് കാഴ്ചവെക്കുന്നത്. ലക്ഷ്മി പറയുന്നത് വെറ്റായിട്ടുള്ള അലക്കാനുള്ള ക്ലോത്ത്സൊക്കെ സോഫയിൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കുന്നത് അവരനുവദിക്കില്ല. ജിഷിനോട് ചോദിച്ചിരുന്നു. ലക്ഷ്മി എന്തായാലും സോറി പറയില്ല എന്ന് കണ്ടസ്റ്റൻസിനോട് പറയുന്നു, നിവിനോട്, ക്യാപ്റ്റനോട് പറയുന്നു. ഇതിനുശേഷം കിരീട യുദ്ധം 3ാം റൗണ്ടായിരുന്നു. നമ്മുടെ ജിസേലിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗെയിമിലൊരു ചേഞ്ച് ഉണ്ട്. സഹായികളിൽ പല ആളുകൾക്കും പരിക്കുണ്ടല്ലോ, സഹായികളല്ല ഗെയിം കളിക്കേണ്ടത്, ക്യാപ്റ്റന്മാരാണ് ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫ് ഗെയിമാണ്, നല്ല ബാലൻസിങ് വേണം. ഒന്നില്ല അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഒരു സ്ഥലത്ത് 1, 2, 3, 4 എന്ന് എഴുതിയ ബോളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക സ്റ്റാൻഡിൽ ബോളുകൾ ഇങ്ങനെ ഒരെണ്ണം ആദ്യം എടുക്കുക, പിന്നീട് രണ്ടാമത്തെ എടുക്കുക, 3, 4 എന്നുള്ളത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുണ്ട് പോവാതെ കൊണ്ടുപോയി ഒരു ബോക്സിലിടുക. ഒന്നിൽ പെർഫെക്റ്റ് ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. മസ്താനി അത് 2.7 എടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. ഇത്ര സമയം എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പലതവണ താഴെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നൂറയും കഷ്ടപ്പെട്ട് ഏകദേശം ഇത് ഒപ്പിച്ചു. അപ്പോൾ ഒനിലും നൂറയുടെ ടീമുമാണ് ഫൈനലിലേക്ക് വന്നത്. അപ്പോഴും ആ ഒരു ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. ജിസേൽ അനുമോളെ അനുകരിക്കുന്നു, അതേപോലെ തന്നെ ഷാനവാസിനെ ഒനിൽ അനുകരിക്കുന്നു. ഷാനവാസ് ആണെങ്കിൽ അനീഷിനെ ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയാണ്. അനീഷിൻ്റെ നാടും വീടും ഒക്കെ പറഞ്ഞ് അനീഷിനെ ഇങ്ങനെ ചുമ്മാ ഓരോ പേരൊക്കെ വിളിച്ചിട്ട് അനീഷ് മിണ്ടാതിരിക്കുന്നു, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒനിലും അത് പറയണമല്ലോ. പക്ഷേ ഈ
ഷനവാസിൻ്റെ ഒരു ഗെയിമാണ് അനീഷ്, അത് ഓവറാവുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം മൈജിയുടെ ഓണ സമ്മാനം എല്ലാ ആളുകൾക്കും ഓരോ എൻവലപ്പ് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള എൻവലപ്പ് എടുക്കാം. അത് തുറക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മൈജിയുടെ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് മൈജിയിൽ നിന്ന് ആ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് അത് വീട്ടിലേക്ക് ചെല്ലും എന്നുള്ളതാണ് പറയുന്നത്, വിത്തിൻ 2 hours. അഭിലാഷ് അങ്ങനെ അവിടെ കണ്ട ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നു. സാബുമോൻ ഫ്രിഡ്ജ് സെലക്ട് ചെയ്യുന്നു. നൂറ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിസേലും അനുവും കൂടെ കട്ടിലിൽ കിടക്കുന്നതാണ്. നിനക്ക് ഈ കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ എല്ലാം കാണാമല്ലേ എന്നൊക്കെ ജിസേൽ ചോദിക്കുന്നു. നിനക്കിതൊക്കെ കാണാനകത്ത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നും ജിസേൽ പറയുന്നു. ഇതിനുശേഷമാണ് വെസൽ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട അലമ്പൊക്കെ അവിടെ നടക്കുന്നത്. മസ്താനി കഴിച്ചിട്ട് ഒരു നാണോ ഇല്ലാതെ വാഷ് ചെയ്യത്തില്ല എന്ന് പറയുന്നു. അപ്പാനിയൊക്കെ ഇടയ്ക്കെങ്ങാണ്ട് തീരുമാനിച്ചായിരുന്നല്ലോ കഴിച്ച പാത്രങ്ങൾ അവരവർ തന്നെ വാഷ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നോക്കിക്കണ്ട് ചെയ്യാനല്ല എന്നുള്ളതാണ് മസ്താനി പറയുന്നത്. മസ്താനിയൊക്കെ ആ ഒരു വെസൽ ടീമിൻ്റെ ആളുകളാണ്, അപ്പോൾ അവരിത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. നെവിനാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുമില്ല. ഇന്ന് ആരും ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് അക്ബറും അപ്പാനിയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കരുത്, ന്യായമായിട്ടുള്ള കാര്യത്തിനാണ് ഉറക്കരുത്. പക്ഷെ എന്നാ ചെയ്യാം, അക്ബർ അത് ചെയ്യാൻ തുടങ്ങിയാലും അപ്പാനെ അവിടെ ഓവറാക്കിയിട്ട് ചിലപ്പം വീണ്ടും കട്ട നെഗറ്റീവായിട്ട് മിക്കവാറും അടുത്ത ആഴ്ച തൂക്കിയെടുത്ത് പുറത്തടിക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അവർ ആ ഒരു ഗെയിമിനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് അറിയില്ല. ഞാൻ പിന്നീട് ലൈവ് കണ്ടില്ല, ഞാൻ എപ്പിസോഡും റിവ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹൗസിലെ കാര്യങ്ങൾ. എനിക്ക് വൈൽഡ് കാർഡിൽ ലക്ഷ്മിയുടെ കളി ഇഷ്ടപ്പെടുന്നുണ്ട്. മസ്താനി അറിയാതാണ് എന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നത്, അവിടുന്ന് കേട്ടത് ഇവിടെ വന്ന് പറയുന്നത് ഗെയിമിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് സൂക്ഷിക്കണം. നെവിൻ്റെ ഗെയിം എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈത്യക്ക് പിന്നെ ടാറ്റ കൊടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഈ ആഴ്ച ഓണമായതുകൊണ്ട് പോയില്ലെങ്കിൽ കൂടെ, ഓണമല്ലല്ലോ, അടുത്ത ദിവസം വരുന്നുണ്ടല്ലോ അല്ലേ, അത് കഴിയുമ്പോഴത്തേന് പോകേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം വേറെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. രേണുസുതി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അവിടെ കിടന്ന് അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ സൈഡിൽ കിടന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. സാബുമോൻ എന്തിനാണ് വന്നത്? സാബുമോൻ്റെ ഒരു സംസാരം പോലും ഞാൻ കേൾക്കാറില്ല. ആൾ മിണ്ടില്ലേ, അതങ്ങനെ ഒരു ചങ്ങായി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ നേരുകയാണ്. അടിച്ചങ്ങോട്ട് പൊളിക്കുക.